സിജോ സാർ, നമസ്കാരം. നമസ്കാരം. ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിലേക്ക് സ്വാഗതം സാർ. സാർ, ഈ ദക്ഷിണ ചൈന കടലിൽ ചൈന കുറെ നാളായിട്ട് വിളച്ചിലെടുക്കുന്നുണ്ട്. ഇവർക്കൊരു കടലുണ്ട്, ദക്ഷിണ ചൈന കടൽ. ആക്ച്വലി ഈ ആസിയാൻ രാജ്യങ്ങളുടെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കടലാണത്. അതിന്റെ തൊട്ടു താഴെ നമ്മുടെ ബേ ഓഫ് ബംഗാൾ ഉണ്ട്, ഇന്ത്യൻ ഓഷൻ ഉണ്ട്, സൈഡിലപ്പുറത്ത് അറേബ്യൻ സീ ഉണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പൊ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ദക്ഷിണ ചൈന കടലിൽ ഇരിക്കുമ്പോൾ ഇവർക്ക് തോന്നും ഞങ്ങളുടെ ബേ ഓഫ് ബംഗാൾ അതിക്രമിച്ച് കയറണം, ഇന്ത്യൻ ഓഷനിലേക്ക് കയറണം. അങ്ങനെ ഇവര് ബംഗ്ലാദേശിൽ തുറമുഖം എടുത്തു, നമ്മുടെ ഹമ്പൻതോട്ട ശ്രീലങ്കയിൽ എടുത്തു, അത് കഴിഞ്ഞിട്ട് ഗ്വാദ്വാർ തുറമുഖം എടുത്തു, അങ്ങനെ പല കാര്യങ്ങൾ എടുത്തു. ചൈന അങ്ങനെ പല കടലിലും ഇവർ അതിക്രമിച്ച് കയറുന്നുണ്ട്. പക്ഷെ ഇവരുടെ ദക്ഷിണ ചൈന കടലിൽ ഇവർ അജയ്യരാണ്. ഈവൻ അവിടെയുള്ള എന്താ പറയാ ആസിയാൻ രാജ്യങ്ങൾ, ഫിലിപ്പൈൻസ്, ബ്രൂണൈ, പിന്നെ തായ്വാൻ, വിയറ്റ്നാം, ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഒരു വെസൽ പോലും ഇവർ ഇറക്കാൻ അവിടെ സമ്മതിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു വെസൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇവർ ഉടനെ തന്നെ ഇവരുടെ പടക്കപ്പലുകൾ എത്തും, വലിയ പടക്കപ്പലുകൾ എത്തി ഒരു പ്രത്യേക ഒരു തരം വെള്ളം ചീറ്റിച്ച് അവരെ ഭയപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട് ഇവർ. അങ്ങനെ ഭയപ്പെടുത്തും, അവരെ കയറ്റിവിടും. അപ്പൊ സ്വാഭാവികമായിട്ടും ഫിലിപ്പീൻസ് ഒക്കെ ഇതിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. നമ്മുടെ കപ്പലായിട്ടുള്ള, അതായത് ഇന്ത്യൻ കപ്പലായിട്ടുള്ള ഷൗനക്, ആ കപ്പൽ ജപ്പാനില് നമ്മുടെ ഗുഡ്വിൽ വിസിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സ്കാരൽബ്രോ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ഈ ബംഗ്ലാദേശിന്റെ സെയിന്റ് മാർട്ടിൻ ഐലൻഡ് ഒക്കെ പോലെ ഈ ഫിലിപ്പൈൻസിന്റെ തന്ത്രപ്രധാനമായിട്ട് ഒരു പ്രദേശമാണ്. ചൈന പറയുന്നത് ഞങ്ങളുടേതാണ്. കാരണം ഈ ഐലൻഡിൽ നിന്ന് ചൈനയെ അതിഗംഭീരമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും ഒരു രാജ്യത്ത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തില് ചൈനയ്ക്ക് അനുകൂലമായിട്ടുള്ള മുനിസിപ്പൽ ഗവൺമെന്റ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ആ ഐലൻഡിന്റെ പടിഞ്ഞാറ് വശം വഴി നമ്മുടെ ഷൗനക്ക് വന്നു. അപ്പോൾ ചൈനീസ് കപ്പലും നമ്മുടെ ഷൗനക്കിനെ തടന്ന് മുഖാമുഖം വരുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷെ അവര് ഒന്നും ചെയ്തില്ല, അതിന് ചെയ്യാനുള്ള ധൈര്യമൊന്നും അവർക്കില്ല. നമ്മൾ തിരിച്ചു വരിക തന്നെ ചെയ്തു. പക്ഷെ ഇപ്പൊ കേൾക്കുന്നത് ഈ ഫിലിപ്പൈൻസില് അമേരിക്ക ഒരു വമ്പൻ മിസൈൽ വിന്യാസം നടത്തുന്നുണ്ട്. സ്കാരബ്രോ ഐലൻഡിലല്ല, ഫിലിപ്പൈൻസിൽ. അത് ചൈനയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന്. അപ്പൊ ചൈന ഫിലിപ്പൈൻസിനെ വാൺ ചെയ്തിട്ടുണ്ട്, അനുവദിക്കരുത് എന്ന്. പക്ഷെ അമേരിക്ക അവിടെ വൻ മിസൈൽ വിന്യാസം ചൈനയെ ലക്ഷ്യമാക്കി നടത്തുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ദക്ഷിണ ചൈന കടലിൽ ചൈനയെ ഒതുക്കാൻ അമേരിക്കൻ പടക്കപ്പലുകൾ ദക്ഷിണ ചൈന കടലിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ചൈന അവിടെ സൈനിക വിന്യാസവും ചൈനയുടെ പടക്കപ്പൽ വിന്യാസവും നടത്തുകയാണ്. നമുക്കറിയാം, ട്രംപ് വന്നതിന് ശേഷം അടുത്ത 5 കൊല്ലം ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഘോര യുദ്ധമാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷം ട്രംപ് ഇരുന്ന സമയത്ത് നമുക്കറിയാം ടെക് യുദ്ധമായിരുന്നു. ടെക് യുദ്ധം എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡും ഹുവാവയും തമ്മിലുള്ള യുദ്ധം നമ്മൾ കണ്ടു. ട്രംപും ചൈനയും തമ്മിൽ അതിഭീകര യുദ്ധമായിരുന്നു. അപ്പൊ ചൈനയും റെഡിയാണ്, ട്രംപും റെഡിയാണ്. നടുക്ക് ഗുണഭോക്താക്കളായി ഇന്ത്യയുണ്ട്. നമ്മളറിയാലോ, നമ്മള് ഗുണഭോക്താക്കളാണ്. നമ്മൾ ഒരിക്കലും ചൈനയുടെ പക്ഷം നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല, ട്രംപിന്റെ പക്ഷവും നിൽക്കില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള പക്ഷമുണ്ട്, ആ പക്ഷം നമ്മൾ പിടിക്കും എന്നുള്ളതാണ് നമ്മുടെ നിലവിലത്തെ ലൈൻ എന്ന് പറയുന്നത്. അല്ലാതെ ചൈനയുടെ പക്ഷവുമില്ല, ഇന്ത്യയുടെ പക്ഷവുമില്ല എന്നുള്ളത്. അപ്പൊ എന്താണ് തോന്നുന്നത്, ഈ ഒരു വിഷയത്തിൽ ചൈന അമേരിക്ക ഒരു ഫേസ് ഓഫ് നമ്മൾ കാണേണ്ടി വരുമോ ദക്ഷിണ ചൈന കടലിൽ? അമേരിക്കയുടെ പല സബ്മറൈൻസും ചൈനയ്ക്ക് പോലും അറിയാത്ത രീതിയിൽ അൺഫാത്തമബിൾ ആയിട്ടുള്ള മെഷേഴ്സിൽ അവിടെ മുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കോൺസ്പിറസി തിയറിയാണ് അങ്ങനെ പറയുന്നത്. ചൈനയ്ക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഘട്ടം വരുമ്പോൾ അത് അവർ ഉപയോഗിക്കും എന്ന് പറയുന്നുണ്ട്. ഒരു ഫേസ് ഓഫ് നമ്മൾ കാണേണ്ടി വരുമോ സാർ, ചൈനയും ദക്ഷിണ ചൈന കടലിൽ അമേരിക്കയും ചൈനയും? ധനുഷ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചൈനയോടൊപ്പമോ അമേരിക്കയോടൊപ്പമോ നിന്നുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മെച്ചമുള്ള ഒരു കാലഘട്ടമല്ല മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമുക്ക് ഇതിൽ ചില പ്രദേശങ്ങൾ ചൈനയുടെ കയ്യിൽ ഇരിക്കേണ്ടതും ചില പ്രദേശങ്ങൾ അമേരിക്കയുടെ കയ്യിൽ ഇരിക്കേണ്ടതും നമുക്ക് ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്. അതിനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ മ്യാൻമാറിന്റെ റക്കീൻ പ്രവിശ്യ ഇപ്പോ അരക്കൻ ആർമീനെ വെച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. അവർക്ക് വെപ്പൺസ് നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട്. പക്ഷെ അവര് ഒരു ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ഒരു ഹാർഡ് കോർ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അവര് വിഭാവനം ചെയ്യുന്നത്, ഏത് ഈ റക്കീൻ പ്രവിശ്യയിൽ. അപ്പൊ നാളെ ഇവര് ശ്രീലങ്കനെ പോലെ ചൈനക്കൊപ്പോ അമേരിക്കപ്പോ ഒക്കെ ഫ്ലിപ്പ് ചെയ്യോ? നമുക്കറിയാം, ശ്രീലങ്കയും കുറച്ച് സിംഹളരും ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ഉള്ള ഒരു രാജ്യമാണ്. അതുപോലെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ അവിടെ ഒരു തിരിച്ചടി വരാൻ സാധ്യതയുണ്ടോ നമുക്ക് ഓൾറെഡി സംശയമുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ, എസ്പെഷ്യലി അറേബ്യൻ കടലിലും അറബിക്കടലിലും അതേപോലെ ബേ ഓഫ് ബംഗാളിലും അമേരിക്കയുടെ ഒരു സെറ്റിൽമെന്റോ ചൈനയുടെ ഒരു സെറ്റിൽമെന്റോ നമുക്ക് താല്പര്യമില്ല. അതായത് ഇപ്പൊ നമ്മള് വീതിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ആ റക്കീൻ പ്രവിശ്യയുടെ താഴെയുള്ള ഭാഗം തൊട്ട് നമ്മുടെ ഇപ്പുറത്ത് ഉള്ള നമ്മുടെ അറേബ്യൻ സീയുടെ ഒരു ഭാഗം വരെയാണ് നമ്മൾ
നമ്മുടെ ഒരു കൺട്രോളിൽ വെക്കുക. അതായത് ഇന്ത്യൻ ഓഷ്യൻ നമ്മുടെ കൺട്രോളിൽ വെക്കണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതും. എന്നാൽ ഒരു പരിധി വരെ ട്രംപ് അതിനെ വെല്ലുവിളിക്കാൻ സാധ്യതയില്ല. പക്ഷെ ചൈനയെ സംബന്ധിച്ച് ചൈനയ്ക്ക് ഈ പറയുന്ന ഇൻഡോ പസഫിക് എന്ന് ഒക്കെ പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതായത് പസഫിക് ഓഷ്യനിലോട്ട് കിടക്കുന്ന ചൈനയുടെ കടലുണ്ടല്ലോ, ചൈന കടല്, ദക്ഷിണ ചൈന കടല്. ഈ ദക്ഷിണ ചൈന കടലില് ചൈന കൺട്രോൾ മുറുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അമേരിക്കയുടെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. അതായത് ദക്ഷിണ ചൈന കടൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ പസഫിക് ഓഷ്യൻ വരും. ഓക്കെ, അപ്പൊ ഈ പസഫിക് ഓഷ്യനിലോട്ട് ചൈനീസ് വെസൽസ് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, അമേരിക്കയുടെ അടുത്തോട്ട് ചൈനീസ് യുദ്ധക്കപ്പലുകൾ എത്തുക എന്നതിന്റെ അർത്ഥം. ഇപ്പൊ ഈ അടുത്ത് നമ്മൾ വായിക്കേണ്ട കാര്യം, ആ പനാമ ഇതുണ്ടല്ലോ, പനാമ കനാല് അമേരിക്ക വീണ്ടെടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അവർക്ക് തിരിച്ചു വേണം, അതിന്റെ നടത്തിപ്പ് വേണമെന്ന് പറഞ്ഞു. അമേരിക്ക ഒരു തവണ അവിടെ ഇട്ടിട്ട് പോയ സമയത്ത് ചൈന അത് ഏറ്റെടുത്ത് നടത്തുക ചെയ്തത്. അത് അമേരിക്കക്കാരുടെ ഒരു മണ്ടത്തരമായിട്ടാണ് നിലവില് എല്ലാവരും വിലയിരുത്തുന്നത്. അപ്പം ചൈനയെ അവിടുന്ന് ഓടിക്കുന്ന സമയത്ത് ചൈനയുടെ വെസൽസ് അവിടുന്ന് മാറ്റേണ്ടത് അമേരിക്കയുടെ ഒരു സെക്യൂരിറ്റി ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ട് വേണ്ടതാണ്. അപ്പൊ അത് ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് അമേരിക്ക ഈ ഗ്രീൻലാൻഡ് വേണം, കാനഡ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കേട്ടിരുന്നു. അപ്പം അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പുള്ളി ഈ പറയുന്നതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗ്രീൻലാൻഡിലും അതേപോലെ തന്നെ കാനഡയിലും ഒക്കെ ഗ്ലോബൽ ലെഫ്റ്റ് ആൻഡ് ഗ്ലോബൽ ആയിട്ടുള്ള ഈ ഡീപ് സ്റ്റേറ്റിന്റെ അസറ്റ്സ് ഇഷ്ടം പോലെയുള്ള രാജ്യങ്ങളാണ്. അതേപോലെ തന്നെ ചൈനയിലും ഈ നമുക്കറിയാം അമേരിക്കയുടെ ഒരു സഹായത്തോടു കൂടിയാണ് ചൈന വളർന്നു വന്നത്. അതായത് 1970 ശേഷം അമേരിക്കയുടെ ഒരു എന്താ പറയാ, അമേരിക്കന്റെ ഒരു പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് ചൈനയെ മാറ്റിയത് ശരിക്കും പറഞ്ഞാൽ ടെക്നോളജി എല്ലാം കൊടുത്തത് അമേരിക്ക തന്നെയാണ്. ആ ടെക്നോളജി ചൈന അടിച്ചു മാറ്റി അവരുടെ പേറ്റന്റുകൾക്ക് വില വെക്കാതെ വന്നപ്പോഴാണ് ഇവർ തമ്മിൽ ഫ്രിക്ഷൻ വരുന്നത്. അപ്പം ഈ ചൈനനെ അതിന് പുറകില് പറയേണ്ട ഒരു കാര്യം, ഞാൻ ഒരിക്കലും ഒരിടത്ത് വായിച്ചാണ്. അതായത് ചൈനക്കാരൊരു കപ്പൽ, പുതിയ പടക്കപ്പലുകൾ പരീക്ഷിക്കുന്ന സമയത്ത് അമേരിക്കൻ B-2 ബോംബേഴ്സ് അതിലൂടെ അവർ വിട്ടു. അമേരിക്കക്കാരെ B-2 ബോംബേഴ്സ് ചൈനീസ് കടലിലോട്ട് വിട്ടു. അപ്പം ദക്ഷിണ ചൈന കടലിൽ വിട്ട സമയത്ത് ഈ B-2 ബോംബറുകളിൽ ഒന്നിലും ബോംബ് ഉണ്ടായിരുന്നില്ല. അതായത് ഇവര് ബോംബറുകൾ വിട്ടു. കാരണം അത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് കൃത്യമായ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു പോലും വെപ്പൺ ലോഡഡ് അല്ലാത്ത ബോംബേഴ്സ് വേണം അങ്ങോട്ട് വിടാൻ. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബാരക് ഒബാമയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ലിങ്ക് ആകുന്നു. അതായത് ലെഫ്റ്റ് ലിബറലിന്റെ അവിടുത്തെ ഡെമോക്രാറ്റ്സിന്റെ ഒരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്, എസ്പെഷ്യലി ചൈനയ്ക്ക്. അപ്പം ഈ ദക്ഷിണ ചൈന കടലിൽ ഇപ്പൊ ട്രംപ് വരുമ്പോ അതിനൊരു മാറ്റം വരുന്നുണ്ട്. അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഡെമോക്രാറ്റ്സും അല്ലെങ്കിൽ ഗ്ലോബൽ ഡീപ് സ്റ്റേറ്റുമായിട്ടുള്ള ഒരു റാപ്പോയ്ക്ക് ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഈ ഗ്ലോബലിസ്റ്റ് അവരുടെ ഒരു മേധാവിത്വത്തെ വെല്ലുവിളിക്കുക എന്നുള്ളത് നിലവിലെ ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് അമേരിക്കയിലെ ബ്യൂറോക്രസിയും അമേരിക്കയിലെ ലീഗൽ ജുഡീഷ്യൽ സിസ്റ്റവും ഇപ്പോഴും നിലവിലെ ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻസിനൊപ്പം നിൽക്കുന്ന ഒരു സിസ്റ്റം അല്ല. അത് അവര് വർഷങ്ങളായിട്ടുള്ള നമുക്കറിയില്ല, അവര് US-ന്റെ എല്ലാ സിസ്റ്റത്തിലും ഇവര് വലിഞ്ഞു കയറിയിട്ടുണ്ട്. അതായത് ഈ ഡെമോക്രാറ്റ്സിന്റെ പപ്പറ്റ്സ് വലിഞ്ഞു കയറിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇന്ത്യയിൽ തന്നെ നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ ബാബൂസിന് പലർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടിരുന്നില്ല. അതേപോലെ തന്നെ ജുഡീഷ്യറി തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായി. ഈ നിങ്ങൾ നോക്കിക്കോളൂ, മണിപ്പൂരിലാണെങ്കിലും മണിപ്പൂരിൽ ഇവരെന്ത് ചെയ്തു, കോർട്ടിൽ നിന്നാണ് ആദ്യം ഇവർക്ക് മെയ്തൈ വംശജർക്ക് പ്രത്യേകിച്ച് കേസൊന്നും ഉണ്ടായിരുന്നില്ല, ഇവർക്ക് SC/ST സ്റ്റാറ്റസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വന്ന്. അതേപോലെ തന്നെ SC/ST സ്റ്റാറ്റസ് കൊടുത്തവരില് ജോലി കിട്ടി, അതിനുശേഷം ജോലി കിട്ടി, അതായത് OBC വിഭാഗങ്ങൾക്ക് ജോലി കിട്ടിയവർ ക്രിമിനലിൽ നിന്ന് പുറത്തു പോയിട്ട് അത് കൊടുക്കേണ്ടതില്ല, അതൊരു പുനഃപരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞൊരു നമ്പർ ഇട്ട് നോക്കിയായിരുന്നു. അത് മഹാരാഷ്ട്രയിൽ കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ, BJPയുടെ നേതാക്കന്മാര് ഇത് കേട്ടപാടെ ചാടി അത്തെ പിടിച്ചു. അവർക്ക് അതിന്റെ പുറകിലെ കളി മനസ്സിലായില്ല. അതായത് ഇവര് അത്തെ കയറി പിടിച്ചു കഴിയുമ്പോൾ അവര് പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, അതേ നോക്കൂ SC/ST സംവരണം BJP എടുത്തു കളയാൻ പോകുന്നു എന്നുള്ള ഒരു പ്രൊപ്പഗണ്ട നരേറ്റീവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്ലോബലി എല്ലാ രാജ്യങ്ങളുടെയും ജുഡീഷ്യറിയിലും അതേപോലെ തന്നെ അവരുടെ ബ്യൂറോക്രസിയിലും എല്ലാം
ഈ പറയുന്ന ഈ ഡീപ് സ്റ്റേറ്റിന്റെയും അല്ലെ ലെഫ്റ്റ് ലിബറൽ അജണ്ടകൾ, അത് മത അജണ്ട പുലർത്തുന്നവരുടെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പം അമേരിക്കൻ ജുഡീഷ്യറിയിൽ അമേരിക്കയുടെ ബ്യൂറോക്രാറ്റ്സിന്റെ ഇടയിലുള്ള ഈ ട്രംപിന് ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കണമെങ്കിൽ അവരെ കോർണർ ചെയ്യണം. ലോകത്തെല്ലായിടത്തുമുള്ള അവരുടെ അസറ്റ്സ് കോർണർ ചെയ്യണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ധനുഷ് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതൊരു പ്രഷർ ടാക്ടിക്സ് ആയിട്ടാണ് ട്രംപ് ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ നിലവിൽ അമേരിക്കക്ക് ചൈനനെ അടിക്കാനോ അതെ ചൈനയ്ക്ക് അമേരിക്കനെ അടിക്കാനോ അല്ലെ അവിടെ ഒരു, അതായത് അതിനുള്ള ഒരു കപ്പാസിറ്റി അമേരിക്കക്ക് ആ കപ്പാസിറ്റി ഉണ്ട്. എങ്കിൽ പോലും ഈ നിലവിലൊരു യുദ്ധത്തിലോട്ടൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഇപ്പൊ തന്നെ ഇച്ചിരി വഷളായിട്ടിരിക്കുന്ന അവരുടെ സാമ്പത്തിക സാഹചര്യത്തിൽ അവർക്കത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നമ്മൾ തന്നെ പറയുന്നുണ്ടല്ലോ, എല്ലാവരും ഇപ്പൊ പറയുന്നത് കേൾക്കാം, ചൈന 18 ട്രില്യൺ എക്കോണമി, GDP 18 ട്രില്യൺ എക്കോണമിയാന്നൊക്കെ പറയുന്നു. പക്ഷെ അതൊരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്കാണെന്നാണ് ഇപ്പൊ പലരും വിലയിരുത്തുന്നത്. അതായത് ഈ 18 പല ആൾക്കാരും പറയുന്നുണ്ട് ചൈന വളരെ സ്ട്രോങ് ആണ്. വാട്ട് ഇഫ് ചൈന ആൻഡ് അമേരിക്ക ഒരു ഫേസ് ഓഫ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു അവസ്ഥ എന്ന് പറയുന്നത്? ചൈനയ്ക്ക് അമേരിക്കയെ തടുത്തു നിർത്താനുള്ള കഴിവ് ഇപ്പോൾ ആയി എന്നാണ് കേരളത്തിൽ നിന്ന് പല ആൾക്കാരും തള്ളുന്നത്. സത്യമാണോ അത്? അത് മലയാളികളുടെ ഒരു പ്രശ്നമാണ്. അതായത് ഒന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ചൈനയുടെ ഈ 18 ട്രില്യൺ എന്നുള്ള എക്കണോമി ലോകത്ത് ആരും ബൈ ചെയ്യുന്നില്ല. അതായത് അത്രയും ട്രില്യൺ ആയിട്ടുള്ള എക്കണോമിയാണെന്ന് ആരും ബൈ ചെയ്യുന്നില്ല. രണ്ടാമത് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു മിലിറ്ററി അസറ്റ്സ് അല്ലെ എന്നാന്ന് അറിയത്തില്ലാത്തതിന്റെ ഒരു കുഴപ്പമാണ്. പിന്നെ കേരളത്തിലെ ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ ഇത് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേരളത്തിലെ ഈ ലെഫ്റ്റ് ലിബറൽ ഇന്ത്യയിലെ അജണ്ടകൾ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പഴയ പോലെ സമരത്തിലോട്ട് പബ്ലിക്കായിട്ട് ഇറങ്ങുന്നില്ല. അവർ ഈ ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് ഇപ്പൊ പുതിയൊരു ടീം, അതായത് പണ്ട് ജോർജ് സോറോസ് അവർ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഫണ്ടഡ് ആയിട്ടുള്ള NGOs ആയിരുന്നു ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അതിന് പുറത്ത് വേറെ ടീംസ് ഇന്ത്യയിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നുണ്ട്. അതായത് ലെഫ്റ്റ് ഈ നെക്സൽസിനെല്ലാം ഓടിച്ചിട്ട് തൂത്തുവാരി എടുക്കുന്നുണ്ട്. താങ്കൾ തന്നെ ഈയിടെ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ, മറ്റേ ജാർഖണ്ഡിൽ. അപ്പം ആ അടിച്ചുവാരി എടുക്കുന്ന സമയത്ത് ഇവരിലുള്ള അർബൻ നെക്സൽസ് ഗ്രാമങ്ങൾ സന്ദർശിക്കുകയും അവരുടെ സ്ട്രോങ് ഹോൾഡ്സ്, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള അവരുടെ സ്ട്രോങ് ഹോൾഡ്സിൽ ഇവരെന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളുണ്ടല്ലോ, ഈ പാർട്ടിയുടെ ചെറിയ സ്റ്റുഡന്റ് വിങ്സിലുള്ള, ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അറിയാം, അവരുടെ പിള്ളേര് സെറ്റിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പ്രൊപ്പഗണ്ടയുമായിട്ട് കുറെ എണ്ണത്തിനെ ഇപ്പൊ ഇറക്കി വിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർക്ക്, ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് വലിയ ക്രാഫ്റ്റുള്ള ആൾക്കാരൊന്നുമല്ല അവര്. ഞാൻ ഇത് അത്തരത്തിൽപ്പെട്ട ഒരാളോട്, അതായത് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ഒരു യുവാവ് എന്നുള്ളതേ ഞാൻ കാണുന്നുള്ളൂ. അദ്ദേഹത്തിനോട് ഞാൻ ഈയിടെ സംസാരിക്കാൻ ഇടയുണ്ടായി. അന്നേരം പുള്ളി പറഞ്ഞു, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരിക്കലും ഒന്നായിരുന്നില്ല. ബ്രിട്ടീഷുകാരുമായിട്ട് നടന്ന സമരത്തിന്റെ ഇടയ്ക്കാണ് ഇന്ത്യ ഒരു രാജ്യമായിട്ട് രൂപപ്പെടുകയും എല്ലാം അതിനുശേഷം ഈ നമ്മുടെ അറിയാലോ, നമ്മുടെ നാട്ടുരാജ്യങ്ങളിലെ ഒന്നിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പം അങ്ങനെയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായത്. അല്ലാതെ നമ്മൾ ആ ഒരു നരേറ്റീവ് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. താങ്കൾ ഇപ്പൊ ചോദിച്ചോണ്ട് ഞാൻ പറയാം. അതായത് പുള്ളിയോട് ഞാൻ ചോദിച്ചു, മിക്ക ഇന്ത്യൻ ഭാഷകളിലും 30% മുകളിൽ സാൻസ്ക്രിറ്റിന്റെ ഒരു പ്രസരമുണ്ട്. അതായത് സാൻസ്ക്രിറ്റ് കലർന്നിട്ടുണ്ട്. മോർ ദാൻ 30% എന്ന് പറഞ്ഞാൽ ചെറിയൊരു അളവല്ല. അപ്പൊ മിക്ക ഇന്ത്യൻ ഭാഷകളിൽ മോർ ദാൻ 30% സാൻസ്ക്രിറ്റ് ഉണ്ട്. അപ്പം നമുക്ക് പൊതുവായിട്ടൊരു കൾച്ചർ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് മിക്ക ഇന്ത്യൻ ഭാഷകളിലും ഇത്ര സംസ്കൃതത്തിന്റെ ഒരു സ്വാധീനം വന്നത്? അത് ചിലപ്പോ കുറച്ചു കാലം പണ്ടുണ്ടായിരിക്കും, അടുത്ത കാലത്തൊന്നുമല്ല. ഓക്കെ, ഞാൻ പറഞ്ഞു. അപ്പൊ അത് താങ്കൾ സമ്മതിച്ചല്ലോ, എന്നോ ഒരു കാലത്ത് ആ ഒരു കോമൺ ആയിട്ടൊരു എലിമെന്റ് ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, താങ്കൾക്ക് 300ഓളം തരത്തിലുള്ള, അതായത് 300ഓളം രാമായണത്തിന്റെ പല കഥകൾ, അതായത് പല തരത്തിലുള്ള വേർഷൻസ് ഇന്ത്യയിൽ ഉണ്ടല്ലോ, അത് പല സംസ്ഥാനത്ത് പലതാണ്. അപ്പൊ അതും ഒരു കോമൺ എലിമെന്റ് അല്ലേ? അതും കോമൺ എലിമെന്റ്. അപ്പൊ ഞാൻ അടുത്ത ചോദ്യം ഇദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചത്, ചൈന, ഞാൻ അദ്ദേഹത്തിന്റെ എനിക്ക് പുള്ളിയുടെ ട്രാക്ക് മനസ്സിലായപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിച്ചത്, ചൈന ഒരു രാജ്യമാണോ എന്ന് ചോദിച്ചു. ചൈന ഇന്ത്യയും വളരെ നല്ല രാജ്യമാണ്, അവര് ഇന്ത്യയോട് സൗഹൃദത്തിലായിരുന്നു, ഒരിക്കലും ചൈന ഇന്ത്യനെ ആക്രമിച്ചിട്ടില്ല, താങ്കൾ ഹിസ്റ്ററി പഠിച്ചിട്ടില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയെ നമ്മളുമായിട്ട് എപ്പോഴെങ്കിലും അതിർത്തി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു.
അതായത് ഉം. ചൈന നമ്മളുമായിട്ട് അതിർത്തി വരുന്നത് 1950 ടിബറ്റ് ചൈന കീഴ്പ്പെടുത്തിയ പിന്നെയാണ് ഉം. നമ്മളും അതായത് ഭാരതവും ചൈനയായിട്ട് അതിർത്തി വരുന്നത്. ഉം. അന്നേരത്തേക്ക് അതായത് ഈ പറയുന്ന ഇവരുടെ ഇന്ത്യയിലെ ആൾക്കാർ അല്ല കേരളത്തിലുള്ള താങ്കൾ പറഞ്ഞ പോലത്തെ ആൾക്കാർ അദ്ദേഹത്തിന് ആകെ പുള്ളി പറഞ്ഞു ഈ ഉം. ടിബറ്റ് വാസ് ഓൾവേസ് ചൈനയുടെ ആയിരുന്നു. അത് അവര് സാംസ്കാരികമായി താങ്കൾ അവരെ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. ഉം. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, താങ്കൾ ഈ ഹാർട്ട്ലാൻഡ് ചൈന എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉം. അതെന്തുവാ ചൈന എപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞു ചൈനയുടെ വിവിധ ഭാഗങ്ങളുണ്ട്. ചൈനക്കാർ തന്നെ ഹാർട്ട്ലാൻഡ് ചൈന എന്ന് വിളിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതായത് ഉം. ചൈനയുടെ ഹാൻ വംശജരെ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശം. ആ ഉം. ഹാൻ വംശജരെ ഇപ്പോൾ ഉള്ള ചൈനയുടെ വിവിധ പ്രദേശങ്ങളിലോട്ട് കുടിയിരുത്തിയാണ് അവർ ചൈനയെ ഒരു ഒറ്റ സംസ്കാരമായിട്ട് പിടിച്ചിരുന്നത്. ഞാനിത് ഇദ്ദേഹത്തിന് ഉം. അപ്പൊ പുള്ളി വളരെ വൈകാരികമായിട്ടാണ് അതിനോട് പ്രതികരിച്ചത്. അപ്പൊ ഞാൻ ഉം. ഇദ്ദേഹത്തിന് ഈ സബ്ജക്ട് ഇട്ടുകൊടുത്തത് ഇന്ത്യ ഉം. ഒരു രാജ്യമായിരുന്നില്ലെന്ന് പറയുന്ന ആളുടെ ചൈനയെ കുറിച്ചുള്ള കോൺസെപ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉം. ഇട്ടുകൊടുത്തത്. അന്നേരത്തേക്ക് ഇദ്ദേഹം വികാരം കൊള്ളും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ചൈനയ്ക്ക് ഇപ്പൊ ഇന്ത്യനെ ആക്രമിക്കണമെങ്കിൽ ആയുധം കൊണ്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ ലോക സാഹചര്യത്തിൽ നടക്കില്ല. എസ്പെഷ്യലി ഉം. ട്രംപും കൂടെ വന്നതോടുകൂടി ചൈന ഇച്ചിരി ഉം. പ്രശ്നമുണ്ട്. ഉം. പക്ഷേ ചൈനയ്ക്ക് ഇന്ത്യനെ ആക്രമിക്കണമെങ്കിൽ പ്രോക്സി ആയിട്ട് ആക്രമിക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള അനേക എലിമെന്റ്സ് ഇന്ത്യയിലുണ്ട്. ഈ അർബൻ അതെ. നക്സൽസ് ഉണ്ട്, നെക്സൽസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഡയറക്റ്റ് ഒരു അറ്റാക്ക് ചൈന അടുത്തൊരു 5-6 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 10 വർഷത്തേക്ക് നടത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യക്ക് ഉം. അതിലൊരു ഇഷ്യൂ ഇല്ല. വി വിൽ ഗെറ്റ് എ ടൈം. പിന്നെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു യുദ്ധം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അമേരിക്കയും ഉം. ചൈനയും നിൽക്കുമെന്ന് കരുതുന്നില്ല. അമേരിക്കയുടെ മെയിൻ പ്രശ്നം ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് സൗത്ത് ചൈന സിയോ അല്ല അവിടെ കിടക്കുന്ന ഉം. തായ്വാനോ അങ്ങനത്തെ കുറച്ച് കുഞ്ഞു രാജ്യങ്ങളൊന്നുമല്ല. ഈ ഉം. അമേരിക്ക പറയുന്ന കേട്ട് അധികം തുള്ളാൻ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന രാജ്യങ്ങൾക്കിട്ടെല്ലാം ഉക്രൈനിട്ട് കിട്ടിയ പണി ഈ പറയുന്ന രാജ്യങ്ങൾക്കിട്ടെല്ലാം കിട്ടും. അമേരിക്കയുടെ ഉം. പ്രൈമറി ആയിട്ടുള്ള മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പസഫിക് ഓഷ്യനിലോട്ട് ചൈനീസ് വെസൽസ് കിടക്കാൻ പാടില്ല, ഭാവിയിൽ അവർക്കൊരു പ്രശ്നം വരാൻ പാടില്ല. അതൊക്കെ ഉം. കൊണ്ട് തന്നെയാണ് ചൈനയെ ആർട്ടിക് സീ റൂട്ടിൽ നിന്ന് വിലക്കണമെന്ന് എപ്പോഴും ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഉം. ഈ നിങ്ങൾക്ക് അറിയാലോ റഷ്യയുടെ ആ ഭാഗത്തൂടെ നമ്മൾ പോകുന്ന ഒരു റൂട്ടുണ്ട്, ആർട്ടിക് സീ റൂട്ടുണ്ട്. ആ ഏരിയ ഉം. ഫുള്ള് റഷ്യയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അങ്ങോട്ട് ചൈനീസ് വെസൽസോ അല്ലെ ചൈനയുടെ ഒരു മോണോപ്പൊളി ആ സൈഡിലോട്ട് വരാതിരിക്കണമെന്നുള്ള അമേരിക്കയുടെ ഒരു അവരുടെ രാജ്യ താല്പര്യം, അതിൽ നമുക്കിപ്പോ കുറ്റമൊന്നും ഉം. പറയാൻ പറ്റില്ല. അവരുടെ രാജ്യ താല്പര്യം സംരക്ഷിക്കാൻ മാത്രമേ അതിലുള്ളൂ. അല്ലാതെ ഉം. ഇമ്മീഡിയറ്റ് ഒന്നും അതിലൊരു വാറിലോട്ട് പോകാനുള്ള ഒരു സാധ്യത ആ ഏരിയയിൽ ഇല്ല. കാരണം ഉം. വെച്ചാൽ ഇപ്പൊ ഈ ഗ്രീൻലാൻഡും കാനഡയും ഒക്കെ ഞങ്ങൾക്ക് വേണമെന്ന് ട്രംപ് പറയുന്നത് ഈ ഉം. ആർട്ടിക് റീജിയനിലുള്ള റഷ്യയുടെ ഡോമിനൻസിനെ ഒരു പരിധിവരെയെങ്കിലും തടയിടാൻ വേണ്ടിയിട്ടാണെന്നാണ് എക്സ്പേർട്സ് പറയുന്നത് നിലവിൽ. അതുകൊണ്ട് തന്നെ അതെ. ഇപ്പം അമേരിക്കയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേൾഡ് പോലീസ് ആയിരുന്ന അമേരിക്കയ്ക്ക് ആർട്ടിക് മേഖലകൾ റഷ്യക്കും ചൈനീസ് ഉം. കടല് ചൈനയ്ക്കും ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യക്കും അതേപോലെ തന്നെ അങ്ങനെ വിട്ടുകൊടുക്കേണ്ടി വരുമ്പോൾ പിന്നെ ആകെ ഉം. ഇവർക്ക് കടിപിടി കൂടാനുള്ള ഒരേ സ്ഥലം ആഫ്രിക്കയുടെ ആ പോർഷൻസ് മാത്രമേ ഉള്ളൂ. അതായത് ഉം. ആഫ്രിക്കൻ ആ മുനുമെന്റ് അപ്പുറത്തെ സൈഡ്, ഉം. മഡഗാസ്കറിന്റെ ഒക്കെ അതർ സൈഡ്. ഉം. അപ്പോൾ ഈ ഏതായാലും ഒരു ഈ ചൈനീസ് ഉൾക്കടലിൽ ഈ ഒരു യുദ്ധത്തിലോട്ട് പോകുന്നുള്ള ഒരു നരേറ്റീവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഉം. അമേരിക്കയെ വിശ്വസിച്ച് ഏതെങ്കിലും രാജ്യങ്ങൾ അവിടെ കൂടുതൽ അതായത് ഒരു അറ്റാക്കോ അതിനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ഉം. രാജ്യത്തിനാണെങ്കിലും പണി കിട്ടും. കാരണം അമേരിക്കയ്ക്ക് അവിടെ നഷ്ടപ്പെടാനൊന്നുമില്ല. അമേരിക്കനെ സംബന്ധിച്ച് അവരുടെ കുറച്ച് മിലിറ്ററി അസറ്റ്സ് ഉണ്ടെന്നല്ലാതെ അവരുടെ രാജ്യം എത്രയോ ഉം. ദൂരെ കിടക്കുന്ന രാജ്യമാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഈ ക്വാഡ്സിന്റെ ഒരു അലയൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതിന്റെ ഉം. ഭാഗമായിട്ട് ചൈനയെ ഒന്ന് പേടിപ്പിച്ച് നിർത്തുക, പസഫിക് ഓഷ്യനിലോട്ട് കയറാൻ പാടില്ലെന്ന് അവർക്ക് ഒരു വാണിംഗ് കൊടുക്കുക, അതൊക്കെയാണ് ഈ പറയുന്ന മിലിറ്ററി മൂവ്മെന്റ്സിന്റെ ലക്ഷ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ അപ്പുറത്ത് അത് പോകാൻ സാധ്യത. വളരെ നന്ദി സിജു തരുവപ്പുഴ. താങ്ക് യു.